കൊയിലാണ്ടി മണ്ഡലം NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊളാവിപ്പാലത്ത് വെച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കൊളാവിപ്പാലത്തിന്റെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത്. സാക്ഷാൽ സുരേഷ് ഗോപി ചേട്ടനെ സുരേഷ് ഗോപി സാറിനെ ഹൃദയത്തിൽ നിന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുപാട് സന്തോഷം. ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നതിന് ശേഷം ഒരുപക്ഷെ അതിനു മുമ്പ് ഒരുപാട് കാലം പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇഷ്ടമുള്ള അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട് ഭരണത്തിൽ വന്ന പ്രസ്ഥാനങ്ങളിലെ നല്ല വ്യക്തികളുമായിട്ടുള്ള ഒരുപാട് സമ്പർക്കം എൻ്റെ കുടുംബത്തിലേക്ക് ഒരു ഗുണവും ഉണ്ടാക്കിയിട്ടില്ല. ഒരു അവാർഡും എനിക്ക് അതിൻ്റെ പേരിൽ കിട്ടിയിട്ടില്ല. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെയും നല്ല മനുഷ്യരുടെ കൂടെ നിൽക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അത് സഖാവ് ശ്രീ VS അച്യുതാനന്ദനായാലും, സഖാവ് EK നായനാരായാലും, ലീഡർ കരുണാകരനായാലും, ശ്രീ AK ആന്റണി ആയാലും, എല്ലാവരുമായിട്ടും അവരൊക്കെ അല്ലെങ്കിൽ അല്ല എന്ന് പറയട്ടെ, കൃത്യമായില്ല എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ നിന്ന് ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഞാൻ ഈ പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷം എൻ്റെ ബഹുമാന്യനായ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഏതാണ്ട് 11.25 വർഷമായി ഭാരതത്തില് വികസനം മാത്രമല്ല ജനങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഈസ് ഓഫ് ലിവിങ്, ജീവിക്കുന്നതിൻ്റെ ലാഘവം പാടില്ല, പക്ഷെ അതിലെ സുഗമത, ഇതിനു വേണ്ടി എനിക്കൊരു പക്ഷേ ഇന്ന് നമ്മളൊരു 5 വർഷം മുമ്പുള്ള റോഡാണെങ്കിൽ ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല. ഞാനിവിടെ എത്തുന്നതിന് 2.5 മണിക്കൂർ എടുക്കും. അപ്പൊ ഇത് സാധാരണ അവസാനത്തെ മൈൽ പൗരൻ, അവസാനത്തെ മില്ലിമീറ്റർ പൗരനിലേക്ക് ജീവിതത്തിന്റെ ഒഴുക്ക് സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇത്രയും കാലം നമുക്ക് സാധിച്ചില്ല. കേരളത്തിൽ നിന്ന് 7 or 8 കേന്ദ്രമന്ത്രിമാരും അതിൽ കൂടുതലും സഹമന്ത്രിമാരുമായിരുന്നു. അവരെ കൊണ്ടൊന്നും സാധിക്കാഞ്ഞതാണ്. ഇപ്പൊ കേരളത്തിൽ നിന്ന് ആദ്യമായി ഒരു BJP MP തെരഞ്ഞെടുത്ത അയാൾ മന്ത്രിയായപ്പോ കേരളം ഡൽഹി ആക്കി മാറ്റണം, ബോംബെ ആക്കണമെന്ന് പറയുന്ന ഒരു മുടന്തൻ തത്വം. അത് നമ്മൾ അങ്ങനെ ഡിമാൻഡ് വെക്കുന്നത് അവരങ്ങനെ ഒരു എന്താണ് അത്യാവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് നല്ലതാണ്. അവർക്ക് നമ്മളിൽ അത്രയും വിശ്വാസമുണ്ട് എന്ന് അവർ തന്നെ പ്രഖ്യാപിക്കുകയാണ്. അത് നിറവേറ്റിയിരിക്കും. അപ്പോ കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു MP ഫണ്ട് നടപ്പിലാക്കണമെങ്കിൽ പോലും അടിത്തട്ട് ഭരണ പ്രതലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. അത് ഈ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കേരളം ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയെയും NDAയും അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇത്തവണ നിയമസഭയിൽ എത്തുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ 10 വർഷവും അതില് തൊട്ട് ചേർന്ന് കിടക്കുന്ന കഴിഞ്ഞ 5 വർഷത്തെ ഒരു സംഘശബ്ദം നിയമസഭയിൽ ഇല്ലാതെ പോയത് ജനങ്ങളുടെ ജീവിതത്തെ എത്രമാത്രം ബാധിച്ചു. പ്രഫുല്ലിനെ പോലെയുള്ള ചെറുപ്പക്കാർ ജനങ്ങളുടെ ശബ്ദമായി നിയമസഭയിൽ സംഘശബ്ദം ഉണർത്തിയാൽ മാത്രമേ, RSSന്റെ ശബ്ദമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ശക്തമായ ഒരു സംഘത്തിന്റെ ശബ്ദം നിയമസഭയിൽ ഉയർത്തിയില്ലെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ ഇതിലും ഗതികെട്ട അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക, ഇവിടെ നിന്ന് നിങ്ങളുടെ പ്രതിനിധിയായി പ്രഫുല്ലിനെ അയച്ച് 10, 15, 25, 30 എത്രയായാലും തിരക്കേടില്ല. നിങ്ങൾ ഒറ്റ കാര്യം ഉറപ്പുവരുത്തിയാൽ മതി. ആര് കേരളം ഭരിച്ചാലും അവർക്ക് പട്ടുമെത്ത നൽകില്ല, റോസാപ്പൂ ഇതൾ വിരിച്ച മെത്ത നൽകില്ല, നല്ല മുള്ള് മെത്ത നൽകി
അവരെ മര്യാദയ്ക്ക് നിലയ്ക്ക് നിർത്തി ഭരിപ്പിക്കാനുള്ള ഒരു ശക്തി നിയമസഭയിൽ ഉണ്ടാവണമെങ്കിൽ ആ കൂട്ടത്തിൽ ശ്രീ പ്രഫുൽ ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് താമര ചിഹ്നം ഒരിക്കലും മറക്കരുത്. അത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ വിരിയിച്ചെടുത്താൽ ഇല്ല, സുഗന്ധമില്ല എന്ന് പറയുന്ന താമരയ്ക്ക് സുഗന്ധം എന്താണെന്ന് ഞങ്ങൾ കേരളത്തെ ബോധിപ്പിച്ചു തരും. എല്ലാവർക്കും എൻ്റെ സ്നേഹം, നന്ദി, നമസ്കാരം. നമ്മളൊക്കെ എത്ര പവിത്രമായിട്ടാ ശബരിമലയെ കാണുന്നത്. 41 ദിവസത്തെ വ്രതമെടുക്കുമ്പോ അവിടുത്തെ ആണുങ്ങൾ മാത്രമാണോ വ്രതം എടുക്കുന്നത്? വീട്ടിലെ അമ്മമാര് വ്രതം എടുക്കൂലേ? 41 ദിവസം രാവിലെ കുളിച്ച് വീട്ടുമുറ്റത്ത് അടിച്ചുവാരി വെള്ളം കുടഞ്ഞ് ചാണകം തെളിച്ച് അത്ര ശുദ്ധിയായിട്ടല്ലേ നമ്മൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഓരോ വീടും അമ്പലങ്ങളായിട്ട് മാറുകയാ. അങ്ങനെ വ്രതശുദ്ധിയോടുകൂടി ശബരിമലയ്ക്ക് പോയി അയ്യപ്പനെ കണ്ട് തൊഴുന്ന നമുക്ക് അത്ര പവിത്രമാണ് ശബരിമല എന്ന് പറയുന്ന പ്രദേശം. ആ ശബരിമലയെയാണ് ഇവര് കട്ടുമുടിച്ചത്, സ്വർണം കള്ളക്കടത്ത് നടത്തിയത്. എല്ലാം തട്ടിപ്പാണ്. കൊറോണ കാലത്ത് പോലും തട്ടിപ്പ് നടത്തിയവരാണ് കമ്മ്യൂണിസ്റ്റുകാര്. നമ്മൾ വെച്ച മാസ്കില്ലേ, 50 പൈസയുള്ളൂ മാസ്കിന്. 5 റുപ്യ 6 റുപ്യക്കാണ് ടീച്ചർ അമ്മ അന്ന് മാസ്ക് വാങ്ങിയത്. PPE കിറ്റിന് 50 റുപ്യന്റെ കിറ്റ് 1000 1500 റുപ്യക്ക് കൊറോണ കാലത്ത് പോലും തട്ടിപ്പ് നടത്തിയ പാർട്ടി. ശബരിമലയിൽ അയ്യപ്പന്മാരെ ക്രൂരമായി ഉപദ്രവിച്ച ഒരു കാലം ഓർമ്മയുണ്ടോ? പെണ്ണുങ്ങളെ കയറ്റാൻ നോക്കി, സ്ത്രീകളെ, വിശ്വാസമില്ലാത്ത സ്ത്രീകളെ ശബരിമലയിൽ കയറ്റാൻ നോക്കിയില്ലേ? കൊയിലാണ്ടി നിന്നൊക്കെ ചില ആൾക്കാർ പോയി കയറിയിരുന്നു അല്ലേ? വിശ്വാസമുണ്ടോ? അയ്യപ്പന് വിശ്വാസമുണ്ടോ? വിശ്വാസം ഇല്ലാത്തവരാണ് പോയിട്ട് കയറിയത്. അവരെ പോലീസിന്റെ സംരക്ഷണത്തിൽ, പോലീസ് യൂണിഫോം ഇടിച്ച്, പോലീസിന്റെ ഹെൽമറ്റ് ഇടിച്ച്. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.